അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കൊന്നൊരു ആയത്ത് പഠിക്കാം. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. അവിടെ ഒന്നാമത്തെ അക്ഷരം പച്ച നിറത്തിൽ നൂന്, അതിനു മുകളിൽ ഒരു മദ്ദിൻ്റെ അടയാളം, ഇതിന് കൂടുതൽ നീട്ടണമെന്നറിയിക്കുന്ന മദ്ദിൻ്റെ അടയാളം. അതിനുശേഷം നീല നിറത്തിൽ വ, മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്, ചുവപ്പ് നിറത്തിൽ ഓ, നീല നിറത്തിൽ ലാ, മഞ്ഞ നിറത്തിൽ മീ. വൽ ഖലമി. അതിനുശേഷം പച്ച നിറത്തിൽ വ, ചുവപ്പ് നിറത്തിൽ മ, നീല നിറത്തിൽ അലിഫ്, വമ. മഞ്ഞ നിറത്തിൽ യ, പച്ച നിറത്തിൽ സീന്, സീന് സുക്കൂന്, ചുവപ്പ് നിറത്തിൽ തു, നീല നിറത്തിൽ റു, മഞ്ഞ നിറത്തിൽ വാവ്, പച്ച നിറത്തിൽ ന, യസ്തുറൂന. ഇനി അതിൻ്റെ താഴെ വരിയിലേക്ക് നോക്കൂ. നൂൻ, അവിടെ മാറ്റങ്ങളൊന്നുമില്ല, അതേപോലെ തന്നെ. വൽ ഖലമി, അവിടെ ലാമിനെ ഖാഫിലേക്കും ഖാഫിനെ ലാമിലേക്കും ആ ലാമിന് ശേഷമുള്ള മീമിലേക്കും ചേർത്തി എഴുതി, കൂട്ടി എഴുതി. വായിക്കേണ്ടത് വൽ ഖലമി, വൽ ഖലമി. വമാ, അവിടെ മീമിനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്തി എഴുതി, വമാ. യസ്തുറൂന, അവിടെ യാഇനെ സീനിലേക്ക് ചേർത്തി എഴുതി, സീനിനെ തോയിലേക്ക് ചേർത്തി എഴുതി, തോയിനെ റായിലേക്ക് ചേർത്തി എഴുതി, യസ്തുറൂന. ഇനി ഇതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത്? ശ്രദ്ധിച്ചോളൂ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ഇനി മുസ്ഹഫ് എടുത്തപ്പോൾ നോക്കി ഓതിക്കോളൂ. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ. ആവർത്തിച്ച് ഓതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.